ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂബിൾസ് ലേണിംഗ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. കേരളത്തിൽ ITP പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന ഈ വർഷം മുതൽ പ്രൊവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃത് അല്ലെ. കാലടിയിലുള്ള സംസ്കൃത കാലടിയിലുള്ള ശ്രീ അങ്ങോട്ട് കാലടിയിലുള്ള ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഇവിടേക്ക് ഉള്ള ഈ വർഷത്തേക്കുള്ള ITP പ്രോഗ്രാമിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഏതൊക്കെ പ്രോഗ്രാമാണ്, എലിജിബിലിറ്റി എന്താണ്, കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാലടിയിലുള്ള ഈ സർവകലാശാലയിലുള്ള ആപ്ലിക്കേഷന്റെ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. 19-ാം തീയതിയാണ് ആരംഭിച്ചിട്ടുള്ളത്. NEP പ്രകാരമായിട്ടുള്ള ITP പ്രോഗ്രാമാണ് ഇവരും പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടേക്കുള്ള പ്രോഗ്രാമുകൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഹിസ്റ്ററി, സംസ്കൃതം അങ്ങനെ 5 സബ്ജക്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ സംസ്കൃതത്തിന്റെ കീഴിൽ തന്നെ ജനറൽ, ന്യായ, സാഹിത്യ, വേദാന്ത, വ്യാകരണ എന്ന രീതിയിലുള്ള ഒരു സബ് ഡിവിഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടേക്ക് നോക്കുകയാണെങ്കിൽ 4 വർഷം ഉള്ള ഒരു 8 സെമസ്റ്റർ ഉള്ള CBCS മോഡലുള്ള ഒരു പ്രോഗ്രാമാണത്. നിങ്ങൾക്ക് മാക്സിമം കോഴ്സ് 4 വർഷം കൊണ്ട് പൂർത്തിയാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ അതിനുശേഷം 8 വർഷം കൊണ്ട് അവിടെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. സപ്ലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ടോട്ടൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് 50 സീറ്റാണ്. സീറ്റ് മെട്രിക്സ് ഓരോ ഡിസിപ്ലിൻ്റെ ഉള്ളത് പിന്നീട് നോട്ടിഫൈഡ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 5 സബ്ജക്റ്റിന് മൊത്തം 50 എണ്ണാണ് ഉള്ളത്. അവിടുത്തെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് അതിന്റെ ക്രൈറ്റീരിയ പറയുന്നത് +2 പാസ് ആയിരിക്കണം എന്നാണ് ഒന്നാമത് പറയുന്നത്. അടുത്തായിട്ട് 55% +2 ഉണ്ടായിരിക്കുകയും വേണം. അതുപോലെ തന്നെ ചില കാറ്റഗറികൾക്ക് എന്ത് ചെയ്യും, ഈ മാർക്കിൽ റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ ഇവരുടെ റിസർവേഷൻ പോളിസി വരുന്നത് ഗവൺമെന്റ് ഓഫ് കേരള റിസർവേഷൻ റൂൾസ് ആണ്. യൂണിവേഴ്സിറ്റി റെഗുലേഷൻസ്, NCT ഗൈഡ്ലൈൻസ് ആ രീതിയിലുള്ള ഒരു റിസർവേഷൻ ആണ്. OBCക്ക് ഇത്ര, ഓപ്പൺ ഇത്ര, ആ ഒരു രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് അവർ പറയുന്ന ഒരു കാര്യം അഡ്മിഷൻ പ്രൊസീജിയർ ആണ്. എങ്ങനെയാണ് അവിടേക്ക് അപ്ലിക്കേഷൻസ് കൊടുക്കുക? അവിടേക്ക് യൂണിവേഴ്സിറ്റി ഓൺലൈനായിട്ട് അവരുടെ പോർട്ടലുമായിട്ട് അപ്ലിക്കേഷൻസ് കൊടുക്കണം. NCET സ്കോർ കാർഡ് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻസ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ NCET സ്കോർ കാർഡ് വെച്ചിട്ട് ഇതിന്റെ സൈറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കൊടുക്കുക. ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് ആണ്. ഒരു ഏജ് ക്രൈറ്റീരിയയും സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്ലിക്കേഷൻ ഫീ എത്രയാണ് വരുന്നത്? 50 രൂപയെ വരുന്നുള്ളൂ ഓരോ ഓപ്ഷനും. അപ്പൊ നിങ്ങൾക്ക് 5 ഓപ്ഷനും കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 250 രൂപ കൊടുത്തുകൊണ്ട് ഓരോന്നിനും അപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അപ്ലിക്കേഷൻ ഒരു വട്ടം ഫീ ചെയ്താൽ പിന്നെ അത് റീഫണ്ട് ലഭിക്കില്ല എന്നും പറയുന്നുണ്ട്. ഓൺലൈൻ പേയ്മെന്റ് മോഡിലൂടെ മാത്രമേ ഫീ കൊടുക്കാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി പിന്നെന്തായിരിക്കും, സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഓരോ ഡിഫറെന്റ് ഡിസിപ്ലിനറിക്ക് ഇതിന് സെപ്പറേറ്റ് അപ്ലിക്കേഷൻസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് നോട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇനി റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുമെന്നാണ് പറയുന്നത്. അഡ്മിഷൻ ക്രൈറ്റീരിയ യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്ത് അഡ്മിഷൻ ക്രൈറ്റീരിയ പ്രകാരം അവർ റാങ്ക് ലിസ്റ്റ് അവിടെ പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഓരോന്നിനും സെപ്പറേറ്റ് ഫൈനൽ റാങ്ക് ലിസ്റ്റും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റും ഒക്കെ എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. ഇനി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എന്ത് പബ്ലിഷ് ചെയ്യുക, ട്രയൽ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ്, പിന്നുള്ള അലോട്ട്മെന്റ്, ആദ്യം മൊത്തം റാങ്ക് ലിസ്റ്റ് ആദ്യം അലോട്ട് ചെയ്യപ്പെടുന്ന ആളുകളൊക്കെ അവർ പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ ഏതാണ് സൈറ്റ്? SSUS.ac.in എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾ കയറിയിട്ട് കാലടി സൈറ്റിൽ കയറിയിട്ട് അപ്ലിക്കേഷൻസ് കൊടുക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് കൊടുക്കും. അഡ്മിഷന്റെ സമയത്ത് വേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. SLC, +2, പിന്നെ +2 മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും വേണം, TC വേണം, ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, NCET സ്കോർ കാർഡ്. ഇനി നിങ്ങൾ താഴെ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ പെട്ടതാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, OBC ആണ്, OBC, WS ആണ്, PW ആണ്. പിന്നെ വേണ്ടത് ഇൻകം സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഈക്വലൻസി സർട്ടിഫിക്കറ്റ്. +2 മറ്റേത് ബോർഡാണെങ്കിൽ അങ്ങനെ അതിന്റെ ഈക്വലൻസി നിങ്ങൾ കണ്ടെത്തും. ഇനി ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിഷന്റെ സമയത്ത് എല്ലാ ഡോക്യുമെന്റ്സും വെരിഫിക്കേഷൻ ചെയ്യും. അപ്പൊ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്യാൻസലേഷനിലേക്ക് നയിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡോക്യുമെന്റ് എന്തെങ്കിലും ഇൻവാലിഡ് ആണെങ്കിലും ഇൻകംപ്ലീറ്റ് മിസ്ലീഡിംഗ് ആണെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് അഡ്മിഷൻ ക്യാൻസൽ ആവുക? ഇൻഫർമേഷൻ ഫാൾസ് ആയിട്ട് നിങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ എലിജിബിലിറ്റി കണ്ടീഷൻസ് ഇതായിട്ടില്ല, സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളോട് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ റിസർവേഷൻ ക്ലെയിംസ് നിങ്ങൾ ഇൻവാലിഡ് ആയിട്ട് കൊടുത്തെങ്കിൽ, കാറ്റഗറി ഒക്കെ തെറ്റിച്ചു കൊടുത്താലും നിങ്ങളുടെ അഡ്മിഷൻസ് ക്യാൻസൽ ആകും. ഇനി അവിടുത്തെ ഫീ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു 1 സെമസ്റ്റർ ഫീ വരുന്നത് 35,000 രൂപയാണ് വരുന്നത്.
പിന്നെ ഒരു വർഷത്തേക്ക് മൊത്തമായി കൊടുക്കേണ്ട വേറെ ഫീകളൊക്കെ ഉണ്ട്. സ്പെഷ്യൽ ഫീ ഫോർ ആനം 4000 രൂപ എല്ലാ വർഷം കൊടുക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെപ്പോസിറ്റ് 1000, പിന്നെ ഡെവലപ്മെന്റ് ഫണ്ട് 500, മെട്രിക്കുലേഷൻ ഫീ 200, റെക്കഗ്നേഷൻ ഫീ 200, സിൽവർ ജൂബിലി സ്റ്റുഡൻസ് വെൽഫെയർ 200, ഫീ ഫോർ സ്റ്റുഡന്റ് അഫിലിയേഷൻ 100, എൻറോൾമെന്റ് ഫീ 150. ഇങ്ങനെ രീതിയിൽ മൊത്തം നമുക്കൊരു 40,000, 40, 100 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഒരു മൊത്തം ഫീ അടയ്ക്കാനുണ്ടാവും. പിന്നെ ഈ റീഫണ്ട് പോളിസി UGC റീഫണ്ട് പോളിസി പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും കാലടി ക്യാമ്പസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റാഗിങ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് ഈ ക്യാമ്പസിന്റെ അടുത്ത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് പറയുന്നത്, റെഗുലർലി ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാനും ബാക്കിയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അഡ്മിഷൻ ഷെഡ്യൂൾ വരുന്നത് 19-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ജൂലൈ 3 വരെ അപ്ലിക്കേഷൻസ് കൊടുക്കാം. ജൂലൈ 8 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. 14-ാം തീയതി ഫസ്റ്റ് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യും. 16-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 31-ാം തീയതിയോട് കൂടെ അഡ്മിഷൻസും ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, SUSS കാലഡിയുടെ നിങ്ങൾക്ക് അതിൽ സൈറ്റിൽ കയറിയിട്ട് ഇപ്പോൾ തന്നെ അപ്ലിക്കേഷൻസ് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആയി എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൂടുതൽ NCERT ITP പ്രോഗ്രാമിന്റെ അപ്ഡേറ്റ്സ്, കോളേജിന്റെ അപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ അറിയണമെങ്കിൽ താഴെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.